വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഓണം പ്രോഗ്രാമായിട്ടുള്ള ഒരു അണിഞ്ഞൊരുങ്ങലാണ്. ഞാൻ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിരുന്നു. അപ്പോൾ അവളാണ് ഹെയർ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ അബുദാബിയിൽ ഒരു ബ്യൂട്ടി പാർലറിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ അടുത്ത് തന്നെയാണ്. അണിഞ്ഞൊരുങ്ങലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസിലെത്തിയപ്പോഴേക്കും അവിടെ പൂക്കളൊക്കെ ഇട്ട് എല്ലാവരും നല്ല സെറ്റായിരുന്നു. നല്ല അടിപൊളി പൂക്കളായിരുന്നു. ആദ്യം എത്തിയവർ അവിടെ പൂക്കളൊക്കെ ഇട്ടിരുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളിട്ടു. പിന്നെ കുറേ നേരത്തെ എത്തിയിരുന്നു. കുറച്ച് പേര് കുറച്ച് ലേറ്റൊക്കെ ആയിട്ട് എത്തി. എന്നാലും എല്ലാവരും പ്രോഗ്രാം തുടങ്ങുമ്പോഴേക്കും എത്തിയിരുന്നു കേട്ടോ. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഞാൻ കുറേ വർഷത്തിന് ശേഷം വളരെ സന്തോഷമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ട് ഒരു ഓണപരിപാടിക്ക് കൂടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ 2024 ഇതിന് മുന്നേ ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് കൂടിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഭയങ്കര മനസ്സിനായാലും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ കുറേ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഇത്ര ഗ്രാൻഡായിട്ട് കൂടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ്. ഇതിന് മുന്നേ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ ടീച്ചിങ്ങിന് പഠിക്കുമ്പോഴാണ് ഇത്ര കുറേ ഫ്രണ്ട്സുമായിട്ട് ഞാനിങ്ങനെ ഒരു ഓണപരിപാടി കൂടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 6 പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ട് തരം തിരിച്ചിരുന്നിട്ട് അവർക്കൊക്കെ ഓരോ പ്രൊജക്റ്റ് വർക്ക് തന്നിട്ട് കേരളത്തെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നല്ലൊരു അടിപൊളി വർക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു തിരക്കിലാണ്. ഇതായിരുന്നു നമ്മളെ വർക്ക് കേട്ടോ. ഈ ആലിലയിൽ നമ്മളെ കേരളത്തെ കുറിച്ചിട്ട് എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് വർക്കായിരുന്നു നമ്മൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ആ ഒരു വർക്ക് ഭയങ്കര കളർഫുള്ളായിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറഞ്ഞു കേട്ടോ. നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറഞ്ഞു. എല്ലാവരും വളരെ എഫേർട്ട് എടുത്തിട്ട് ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് വേറൊരു ടീമിൻ്റെ വർക്കായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ടീം വർക്കിൻ്റെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതൊരു ടീം വർക്കായിരുന്നു. പിന്നെ ഇതൊരു ടീം വർക്കായിരുന്നു. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന് കളർ ഭയങ്കര ഇഷ്ടമായി. കളർ ചെയ്തതും ആ ഒരു തീമും ഭയങ്കര ഇഷ്ടമായി. ഇതും ഭയങ്കര രസമുണ്ട്. ഇത് നമ്മൾ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുക മാത്രമല്ല കേട്ടോ, ഇതിനെക്കുറിച്ചിട്ട് നന്നായിട്ടും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും കൂടെ വേണം. അതായിരുന്നു ഏറ്റവും നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായിട്ട് പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്നവർക്കായിരുന്നു സമ്മാനങ്ങൾ. നെക്സ്റ്റ് കൂടെ നമ്മൾ തരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോണിയനെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ നന്നായിട്ട് അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ആർക്ക് വേണമെങ്കിലും പറയാം, എല്ലാവർക്കും വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോരുത്തർക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ എല്ലാം സോണിയനെ തന്നെ ഏൽപ്പിച്ചു. അടുത്തത് സാരി ചുറ്റലായിരുന്നു. ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് നമ്മളെ കൺട്രോൾ പോയ ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. അത്രക്കും ഭംഗിയായിട്ടാണ് ഇവിടെ ഈ ഒരു പ്രോഗ്രാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം തന്നെയായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ഗെയിം ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊന്നും ഗെയിം കളിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഇത് ഭയങ്കര രസമായിരുന്നു. ഇത് പരസ്പരം ആർക്കും അറിയില്ലല്ലോ എങ്ങനെയാണ് സാരി ചുറ്റുക എന്നുള്ളത്. ലേഡീസ് ആണെങ്കിലും ഓക്കെ, പക്ഷെ ജെൻസിനെ അറിയില്ലല്ലോ. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് ഇത്ര നല്ല രീതിയിൽ അവിടെ പങ്കെടുത്ത് അവരെ സമ്മതിക്കണം കേട്ടോ. അത്രക്കും ഭയങ്കര രസമായിട്ട്, കാരണം ആർക്കും മടിയില്ല.
ഒരു കപ്പ് ആര് ഫസ്റ്റ് എടുക്കുന്നു, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറേ കമൻസ് പറയുമ്പോൾ കമൻസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരു പിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലാസ് എടുക്കണം. ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു, ഞാൻ ജയിച്ചിട്ടോ, അത് വേറെ സന്തോഷമായ ഒരു കാര്യം. പിന്നെ സദ്യ പറയണ്ടല്ലോ, ഗെയിമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആ സദ്യ എന്നുള്ളൊരു ആശ്വാസം മാത്രമല്ല നല്ല ടേസ്റ്റി അടിപൊളി സദ്യ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ.